ഹലോ ഗൈസ്, MS Excel വീഡിയോസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എവറേജ് ഈഫ്, എവറേജ് ഈഫ്സ് എന്നീ ഫംഗ്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സം ഈഫ്സ് എന്നീ ഫംഗ്ഷൻസ് പഠിച്ചല്ലോ. അതിൻ്റെ സിമിലർ പാറ്റേണാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സം ഈഫ്സിൽ സമ്മാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇവിടെ എവറേജ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം എക്സാമ്പിളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എവറേജ് പ്രോഫിറ്റ് ആണ് കാണുന്നത്. അവിടെ ടോട്ടൽ പ്രോഫിറ്റ് ആകുമ്പോൾ ഇവിടെ എവറേജ് പ്രോഫിറ്റ് ആണ്. അതായത് ഷർട്ട് വിൽക്കുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടി, പാൻസ് വിൽക്കുമ്പോൾ അത്ര എവറേജ് പ്രോഫിറ്റ് കിട്ടി, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യും. ആദ്യം ഈക്വൽ ടു അടിക്കും. ഓക്കെ, എവറേജ് ഈഫ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ, അതാണ് ഫംഗ്ഷൻ. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്യാം. അത് നമ്മൾ ഷർട്ടിൻ്റെ ക്രൈറ്റീരിയ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ക്രൈറ്റീരിയ? അപ്പോൾ ഷർട്ട് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഏതാണ് നമുക്ക് എവറേജ് റേഞ്ച് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു പ്രോഫിറ്റാണല്ലോ, പ്രോഫിറ്റിൻ്റെ എവറേജാണ് നമുക്ക് കിട്ടേണ്ടത്. അത് സെലക്ട് ചെയ്യുക, ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ ഷർട്ട് വെക്കുമ്പോൾ എവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 216 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഷർട്ട് സെലക്ട് ചെയ്യാം, ഷർട്ടിൻ്റെ ഓരോ പ്രോഫിറ്റും സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ. ടോട്ടൽ 650 ആണ് അല്ലേ? ടോട്ടൽ 650. ഇവിടെ സം കാണിക്കുന്നുണ്ടല്ലോ, 650. അപ്പം ഈക്വൽ ടു 650 ഡിവൈഡഡ് ബൈ 3 റൈസ് സെയിൽ ചെയ്തല്ലോ, മൂന്ന് ഷർട്ട് സെയിൽ ചെയ്തു. ഡിവൈഡ് ബൈ 3 216. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഷർട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പ്രോഡക്ട്സിൻ്റെ നേർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, 216. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാണ്ട് കിട്ടണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെൽ വാല്യൂ ജസ്റ്റ് ലോക്ക് ചെയ്യാം നമ്മൾ. ഓക്കെ, ഈ ഒരു പോർഷൻ ലോക്ക് ചെയ്യുക. പ്രോഡക്ട്സിൻ്റെ റേഞ്ച്, അതായത് ടേബിളിൻ്റെ നമ്മൾ നേരത്തെ ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്തല്ലോ, ആ റേഞ്ച് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പുറത്തെ റേഞ്ച്, അതായത് പ്രോഡക്ട്സിൻ്റെ റേഞ്ച് ലോക്ക് ചെയ്യാം, പ്രോഫിറ്റിൻ്റെ റേഞ്ചും ലോക്ക് ചെയ്യാം. ആകെ ലോക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത കാര്യം മാത്രം നമ്മൾ ലോക്ക് ചെയ്യില്ല, കാരണം അത് നെക്സ്റ്റിലേക്ക് പോകണം. ഓക്കെ, ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ ബാക്കിയുള്ള ആൻസറെല്ലാം കിട്ടി. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പാനിലേക്ക് പോയി. അത് ഇവിടത്തേക്ക് കമ്പയർ ചെയ്യും കമ്പ്യൂട്ടർ. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എവറേജ് എടുക്കും, ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റിൻ്റെ എവറേജ് എടുക്കും, ആ രീതിയിൽ. അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എവറേജ് ഈഫ്സ് ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ സെവറൽ കണ്ടീഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ആകെയുള്ളൊരു ഡിഫറൻസ് അതാണ്. ഇവിടെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും, അത് ഷർട്ടിൻ്റെ കണ്ടീഷനാണ്. അവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. ഷർട്ടിൽ ബ്ലാക്ക്, ഷർട്ടിൽ വൈറ്റ്, ആ രീതിയിൽ. അതായത് പ്രോഡക്ട്സ് ഷർട്ടാണ്, ഷർട്ടിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അതിൽ ഈ ഷർട്ടിൻ്റെ ബ്ലാക്ക് കളറിൽ എത്ര എവറേജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഷർട്ടിൻ്റെ വൈറ്റ് കളറിൽ എത്ര എവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, ആ രീതിയിൽ. അപ്പം ഇവിടെ സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഈക്വൽ ടു എവറേജ് ടൈപ്പ് ചെയ്യുക, എവറേജ് ഈഫ്സ് ടൈപ്പ് ചെയ്യാം. ഈഫിന് ഒരു ഈഫ്സ്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എവറേജ് റേഞ്ച് കൊടുക്കണം. ഏതാണ് നമ്മൾ എവറേജ് റേഞ്ച് ചെയ്യേണ്ടത്? ഓക്കെ, പ്രോഫിറ്റിൻ്റെ റേഞ്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എവറേജ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ക്രൈറ്റീരിയ റേഞ്ച് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഷർട്ടാണ് പാൻറ്റാണ് അത് ആ ക്രൈറ്റീരിയ. ഷർട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കളറാണ്. കളറിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം. കളർ ഏതാണ്? ബ്ലാക്ക്. ഓക്കെ, 214 ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഷർട്ടിൻ്റെ ബ്ലാക്ക് കളർ ജസ്റ്റ് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യാം നമുക്ക്. ഷർട്ടിൻ്റെ ബ്ലാക്ക്, ഷർട്ട് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ 1500 കിട്ടിയിട്ടുണ്ട്. 1500 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം നമ്മൾ 7 ഷർട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ 1500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എവറേജ് എത്രയാണ്? 1500 ഡിവൈഡ് ബൈ 7 അല്ലേ? 1500 ഡിവൈഡ് ബൈ 7, 214. കണ്ടോ, ആൻസർ കറക്റ്റാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഈ ഒരു ഏരിയയിൽ
ഷർട്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷർട്ട് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ സെലക്ട് ചെയ്താൽ മതി പ്രോഡക്ട്സിൻ്റെ റേഞ്ചിൽ. ഓക്കെ, ഇവിടെ കളർ ചെയ്യുന്ന ബ്ലാക്ക്. പിന്നെ ആകെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്യണം. നമ്മൾ ടേബിളിൽ ഏത് റേഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ അത് കൃത്യമായിട്ട് ലോക്കാണ്. ഈ മെയിൻ ടേബിളിൽ സെക്കൻഡ് ടേബിളിലല്ല, മെയിൻ ടേബിളിലെ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്യണം. F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യുക. കീബോർഡിൽ F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെയും F4 അടിച്ച് ലോക്ക് ചെയ്യാം. F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെ F4 അടിച്ച് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആൻസറെല്ലാം വരും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.